അരുമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. പരമറിയും അരുമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള വേദവാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യന് മുദ്രയാൽ തടയപ്പെടുന്നില്ല. യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം പുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിനെ സമീപിച്ച് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതിനെ ഓർത്ത് അവൻ്റെ ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും എന്ന് ഭയപ്പെട്ട് കല്ലറ മുദ്രവയ്ക്കുവാനും കാവൽ ഏർപ്പെടുത്തുവാനും ആവശ്യപ്പെടുന്നു. സത്യം പലപ്പോഴും മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നു. യേശുവിനെ അവർ കൊന്നുകളഞ്ഞിട്ട് യേശുവിൻ്റെ വാക്കുകൾ അവർക്ക് അസ്വസ്ഥമായി തീരുന്നു. ദൈവത്തിൻ്റെ സത്യം നാം അവഗണിച്ചാലും അത് നമ്മെ പിന്തുടരും. സത്യത്തെ മൂടിവെക്കുവാൻ അവർ 3 കാര്യങ്ങൾ ചെയ്തു. കല്ലറ അടച്ചു, കല്ലിന് മുദ്രവെച്ചു, സൈന്യത്തെ കാവൽ നിർത്തി. ഇതിലൂടെ അവർ പറയുന്നത് ഈ കാര്യം ഇവിടെ തന്നെ അവസാനിക്കണം എന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ മുദ്രകളാൽ തടയപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് പുറത്താണ്. അവർ കല്ലറയെ സുരക്ഷിതമാക്കി എന്ന് കരുതി. എന്നാൽ 3-ാം നാൾ സംഭവിച്ചത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കല്ല് മാറ്റപ്പെടും, കാവൽക്കാർ ഭയപ്പെടും, ലോകം രക്ഷിതാവിൻ്റെ ഉയർപ്പിനെ തിരിച്ചറിയും. പ്രിയരെ, മനുഷ്യനടയ്ക്കുന്ന വാതിലുകൾ ദൈവത്തിന് തുറക്കാം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ മുദ്രവെച്ച കല്ലുകൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ പ്രത്യാശയില്ലാത്ത അവസ്ഥയോ പരാജയമോ ഭയമോ ഇവയിലേതെങ്കിലും ആകാം. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മുദ്രവെച്ചാലും ദൈവത്തിൻ്റെ ശക്തിയെ തടയുവാൻ കഴിയുകയില്ല എന്നാണ്. പ്രിയരെ, അടയ്ക്കപ്പെട്ട കല്ലറകളുമായി ജീവിക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രത്യാശ നീ നഷ്ടപ്പെടുത്തരുത്. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. നിന്റെ അടഞ്ഞ കല്ലറകളെ തുറന്ന് അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ അവൻ ഇന്നും മതിയായവനാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ കല്ലറകളെ തുറക്കുവാനുള്ള ശക്തി എന്നിൽ പകരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.